ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാകും. ഷീഷ ആയുർവേദിക്കിൻ്റെ നൈറ്റ് ക്രീമാണ് ഞാനിന്ന് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്, പക്ഷേ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നത് സ്റ്റിറോയിഡ് അടങ്ങാണ്ട് തന്നെ 2 വീക്സിൻ്റെ ഉള്ളിൽ റിസൾട്ട് ഉണ്ടാവും, സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീം അല്ല എന്നൊക്കെ രീതിയിൽ ഒരുപാട് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അത് അവരുടെ ആ ഒരു റിവ്യൂ ആയിരിക്കും, അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ റിവ്യൂ ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ റിവ്യൂ നേരെ തിരിച്ചായിരുന്നു. എനിക്കിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ആ ഫേസ് ആകെ ഡള്ളാവുക ചെയ്തു, ഒരുമാതിരി ഡാർക്കാവാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഓക്കെ, പിന്നീട് കഴിഞ്ഞാൽ ഒരു ആഴ്ചയോടെ നമ്മളൊരു ക്രീം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ആ ഒരു റിസൾട്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും രണ്ടാമത്തെ വീക്കും നമ്മൾ ഇതുപോലെ യൂസ് ചെയ്തു. അതൊരൊറ്റ കുറച്ച് എമൗണ്ട് മതി, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട് എത്രത്തോളം തിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്താനൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ വീക്കും ഞാനിതുപോലെ യൂസ് ചെയ്തു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെയും ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് മുഖം ഇങ്ങനെ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്, വയ്യേ, എന്ത് പറ്റി, ആകെ കരിവാളിച്ചല്ലോ, വെയിലത്ത് പോയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാനാണെങ്കിൽ വെയിൽ അങ്ങനെ വല്ലാണ്ട് ഇപ്പം കൊള്ളുന്നില്ല, കുറച്ച് മുന്നൊക്കെ കൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ വല്ലാണ്ട് കൊള്ളൽ കുറവാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഇതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതന്നെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യലാണ് പതിവ്. അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്ത് പിന്നെയും നെക്സ്റ്റ് വീക്ക് ഞാൻ വീണ്ടും യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത്യാവശ്യം കഴിയാനായിട്ടുണ്ട്. അപ്പം അത്യാവശ്യം യൂസ് ചെയ്തു, 2-3 ഒരു ഏകദേശം ഒരു മാസം ആവാനായി. ഒരു മാസം ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ നിർത്തി. ഒരു മാസം ആവാനാകുമ്പോഴത്തേനും ഞാനത് നിർത്തി. എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയണത്, എല്ലാവർക്കും ഇതുപോലെ പറ്റുന്നതല്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് സാൻഡൽവുഡാണ്, അതായത് രക്തചന്ദനത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ചിലവർക്ക് രക്തചന്ദനം നമ്മുടെ സ്കിന്നിന് പറ്റുന്നതല്ല, ചിലവർക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റാത്തതുകൊണ്ട് എൻ്റെ ഇത് ഫേസെല്ലാം ഡാർക്കായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവണം, അറിയില്ല, എല്ലാവർക്കും ഒരുപോലത്തെ സ്കിന്നല്ലല്ലോ. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. ഇപ്പം നൈക്കിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഫേഴ്സും കാര്യങ്ങളും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റായി പോയി. ഞാനിതിന് 100ൽ 0 തന്നെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.